സോ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലിനക്സ്. അഡ്വാൻറ്റേജസ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. നേരത്തെ എന്തൊക്കെ പറഞ്ഞു? അത് ഓപ്പൺ സോഴ്സ് ആണെന്ന് പറഞ്ഞു. ഓപ്പൺ സോഴ്സ് മീൻസ് anyone can see the source code and change it according to his needs and can freely install Linux on many computers without getting paid license. Open source means നമുക്ക് ആ സോഴ്സ് കോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം നമ്മുടെ നീഡിനനുസരിച്ച്, യൂസറിൻ്റെ നീഡിനനുസരിച്ച്. ഇറ്റ് ക്യാൻ ചേഞ്ച് ദ സോഴ്സ് കോഡ്, can see and change the source code according to his needs and freely install Linux on many computers without paid license free ആണ്. Okay, next is no antivirus software is needed. That is more secure ആണ് എന്ന് പറയാൻ കാരണം it is free from virus. That is, it is a reason for the strong virus protection is that Linux has a large number of open source developers which keeps an eye on virus related stuff. ഇപ്പോൾ ഏതെങ്കിലും ഒരു സോഴ്സ് കോഡ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ then it is done in no time. So it is no antivirus software is needed on Linux platform. Next is text editors. Different types of text editors are available in Linux, and those text editors are also open source, free and open source. അതായത് നമുക്ക് ഓപ്പൺ സോഴ്സ് റൈറ്റർ ഉണ്ട്. നമ്മുടെ വേർഡ് മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള ഈ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന പോലെ നമ്മുടെ ലിനക്സിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് എഡിറ്ററാണ് റൈറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പൺ സോഴ്സ് റൈറ്റർ ഉണ്ട്. ലിബ്ര ഓഫീസ് സോഫ്റ്റ്വെയറായ ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടെക്സ്റ്റ് എഡിറ്റേഴ്സ് അവൈലബിൾ ആണ്. ദാറ്റ് ആർ ഓൾ ഓപ്പൺ സോഴ്സ്. That is, they are freely available. Okay. Next, fourth one is powerful command prompt. Command prompt is Linux is very advanced and can install different repositories and packages through the command line interface. നമുക്ക് ഓരോ സോഫ്റ്റ്വെയർസിനും വേണ്ടിയിട്ടുള്ള പാക്കേജസ് നമുക്ക് എന്ത് ചെയ്യാം? കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് വഴി അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഹാസ് എ സ്ട്രോങ് a very advanced command line interface. Okay, next, no reboot needed. No reboot needed means നമ്മുടെ ഇപ്പോൾ ചില സോഫ്റ്റ്വെയർ ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സിസ്റ്റം ഒന്നും കൂടെ റീബൂട്ട് ചെയ്യാൻ ചോദിക്കും അല്ലേ? അല്ലെങ്കിൽ ചിലപ്പം സിസ്റ്റം സ്ലോ ഡൗൺ ആയിക്കഴിഞ്ഞാൽ റീബൂട്ടിങ് ചോദിക്കും. അപ്പം അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഒന്നും എവിടെ ഉണ്ടാവില്ല, ലിനക്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവില്ല. നെക്സ്റ്റ് ഇസ് ലോ സിസ്റ്റം സ്പെസിഫിക്കേഷൻ. അതായത് ദ കമ്പ്യൂട്ടർ സിസ്റ്റം വിത്ത് ലോ സ്പെസിഫിക്കേഷൻസ് ക്യാൻ സ്റ്റിൽ റൺ ലിനക്സ്. ഇത്ര MB റാം അല്ല ഇത്ര GB റാം വേണോ അങ്ങനെയൊന്നുമില്ല. അല്ല ഇന്ന പ്രോസസ്സർ അങ്ങനെ വേണമെന്നുള്ള സ്പെസിഫിക്കേഷനൊന്നും വേണ്ട. മീൻസ് ഒരു ലോ സ്പെസിഫിക്കേഷൻ സിസ്റ്റത്തിൽ പോലും ലിനക്സ് റൺ ചെയ്യും. Then it's good at multitasking. Good at multitasking means ഇപ്പോൾ ഒരു മൾട്ടിടാസ്കിങ് നടക്കും, ദാറ്റ് ഇസ് മൾട്ടിപ്പിൾ ടാസ്ക് ക്യാൻ റൺ അറ്റ് ദ സെയിം ടൈം എങ്കിൽ പോലും ദ ലിനക്സ് സിസ്റ്റം വിൽ നോട്ട് സ്ലോ ഡൗൺ ഇറ്റ്സ് പ്രോസസ്. That is, doing some batch works like printing a large file or downloading large file and can concurrently perform other tasks by typing or coding any program. Next is less disk space needed. That is, do not need extra disk space for running Linux for longer time. The last one is നേരത്തെ പറഞ്ഞ ഫയൽ ഫോർമാറ്റ്സ്. അതായത് ലിനക്സ് ഇറ്റ് സപ്പോർട്ട്സ് നമ്പർ ഓഫ് ഫയൽ ഫോർമാറ്റ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൊബൈൽ ഡിവൈസസിൽ നമുക്ക് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ്സ് ആൻ ഓപ്പൺ സോഴ്സ് ആൻഡ് ഇറ്റ് ക്യാൻ സപ്പോർട്ട് ഡിഫറെൻറ്റ് ഫയൽ ഫോർമാറ്റ്സ്. അപ്പോൾ ഈ തരത്തിലുള്ള ഫയൽ ഫോർമാറ്റ്സോ ഈ ടൈപ്പിലുള്ള ഫയൽസും നമുക്ക് ലിനക്സിൽ വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ഡ്രൈവേഴ്സ്.
One of the issues that most Linux users face is that some hardware drivers are not available for Linux. ലിനക്സിൽ ഹാർഡ്വെയർ ഡ്രൈവേഴ്സ് ഉണ്ടാവില്ല. ചില ഹാർഡ്വെയർ ഡ്രൈവേഴ്സൊന്നും ലിനക്സിൽ ഉണ്ടാവില്ല. സോ ദാറ്റ്സ് വൺ ഇഷ്യൂ. ദെൻ ലേണിംഗ് കർവ്, നേരത്തെ പറഞ്ഞതുപോലെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് കുറച്ച് അഡ്വാൻസ്ഡ് ആണെങ്കിൽ പോലും നമുക്ക് കുറേ കമാൻഡ്സ് പഠിക്കേണ്ടി വരും. കമാൻഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് mkdir. പക്ഷേ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ഫോൾഡർ കൊടുക്കും. അങ്ങനെ ലേണിംഗ് കർവിൽ ഈ ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് സോഫ്റ്റ്വെയർ ഓൾട്ടർനേറ്റീവ്. സോഫ്റ്റ്വെയർ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് ദ പോപ്പുലർ എഡിറ്റിംഗ് ടൂൾ. ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞൊരു പോപ്പുലർ എഡിറ്റിംഗ് ടൂളാണ്. പക്ഷേ വിൻഡോസിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ ലിനക്സിൽ അത് ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. സിമിലർലി മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് നമുക്ക് ലിനക്സിൽ വർക്ക് ചെയ്യത്തില്ല, വിൻഡോസിലേ വർക്ക് ചെയ്യത്തുള്ളൂ. പക്ഷെ ലിനക്സിൽ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന പോലെ ഒരു പോപ്പുലർ എഡിറ്റർ ഉണ്ട്. ദാറ്റ് ഈസ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓപ്പൺ സോഴ്സ് റൈറ്റർ ഉണ്ട്. അതൊരു പോപ്പുലർ ടെക്സ്റ്റ് എഡിറ്റർ ആണ്. ദാറ്റ് ക്യാൻ ഓൾസോ ബി ഫ്രീലി അവൈലബിൾ ഓൺ ദ നെറ്റ് വിതൗട്ട് എനി പെയ്ഡ് ലൈസൻസ്. നെക്സ്റ്റ് ഇസ് ഗെയിംസ്. ഗെയിംസ് എന്ന് പറഞ്ഞാൽ ചില ഗെയിംസ് എന്ന് പറഞ്ഞാൽ നോർമലി ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മെയ്ഡ് ഫോർ വിൻഡോസ് ബട്ട് നോട്ട് ലിനക്സ്. ഓക്കെ, so has Windows platform widely used, so game developers have more interest in Windows പ്ലാറ്റ്ഫോമിലാണ് കൂടുതലും ഗെയിംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ലിനക്സിലും ഗെയിംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും കൂടുതൽ ആനിമേറ്റഡ് ആയിട്ടുള്ള ഗെയിംസൊക്കെ കൂടുതലും വിൻഡോസിൽ റൺ ചെയ്യുന്നതിനും ലിനക്സിൽ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടി വിൻഡോസിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, so these are the disadvantages of Linux. So advantages is open source, no antivirus software needed, then text editors, then powerful command prompt, no reboot needed, low system specification, good at multitasking, less disk space needed, then different file formats. Disadvantages: hardware drivers, then learning curve, then software alternatives, then games. Okay, then some of the examples of Linux operating system are Ubuntu, Debian, Fedora, Linux Mint, Zorin OS, Elementary OS, Manjaro Linux. So these are some of the examples of Linux operating system. Okay.